എന്ത് പ്രശ്നം? ഷെയർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണെങ്കിൽ ഷെയർ ചെയ്യേ, അതിന് പരിഹാരം ഉണ്ടാവും. എന്റെ കഷ്ടകാലം ഒന്ന് മാത്രം പറഞ്ഞാ മതിയല്ലോ. വീട്ടുകാരോട് പറഞ്ഞ എന്നെയല്ലേ കുറ്റപ്പെടുത്തു. കാരണം എന്റെ താല്പര്യപ്രകാരം നടത്തിയ മാരേജ് ആണല്ലോ. രാജു എങ്കിലും പറയേ, നിങ്ങൾ തമ്മില് ഈ പിണക്കത്തിന് എന്താ കാരണം? ഞാൻ നിരപരാധിയാണ് മാഡം. ഋതിക മാഡത്തിൻ്റെത് വെറും തെറ്റിദ്ധാരണ മാത്രമാ. മിണ്ടരുത് രാജു. എല്ലാവരും കരുതി ഇയാളൊരു നിഷ്കളങ്കനാണെന്ന്. പക്ഷെ ചതിയന ഇയാള്, ചതിയൻ. നിന്റെ വാക്കുകളൊക്കെ അതിലടക്കുന്നുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കുക. ആരോട് എന്തും പറയാനുള്ള ലൈസൻസ് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? ഇവനൊരു പാവമായതുകൊണ്ടാണോ നീ അവന്റെ തലയിൽ കയറുന്നത്? അഹങ്കാരം കയറി നിന്റെ തലയ്ക്ക് പിടിച്ചിരിക്കുക. അച്ഛനും മുത്തശ്ശിയും ചെറിയമ്മയും ചെറിയച്ഛനൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് കരുതി ഇവനായിട്ട് ഇങ്ങനെ കൊരങ്ങളിപ്പിക്കരുത് നീ. അത് ഇവിടെ ആരുടെ മുമ്പിലും വില പോവില്ല. ഒരു പുതിയ ഭാര്യ ഇറങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ ലോകത്തുള്ള ആരും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. താലി കഴുത്തിൽ ചാർത്തിന്ന് കരുതി ഇവനെ നീ വിലക്കൊന്നും എടുത്തിട്ടില്ലല്ലോ. ആരും ആരെയും ഭരിച്ച് ഇവിടെ ജീവിക്കാനും നോക്കണ്ട. ഭാര്യയ്ക്കും ഭർത്താവിനും വ്യക്തിത്വമുണ്ട്, അത് നീ മറക്കരുത്. മനസ്സുകൊണ്ടാ ഒന്നാകേണ്ടത്. മനസ്സിലായോ നിനക്ക്? ഒരാൾ മറ്റൊരാളെ നിരന്തരം ഹെർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് കേൾക്കുന്നവന്റെ ആയുസാണ് പാഴായി പോകുന്നത്. അത് നീ മനസ്സിലാക്കുക. നീ പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഇവനെ എത്ര കറുപ്പിക്കാൻ നോക്കിയാലും അവൻ ഞങ്ങളുടെ മുമ്പിൽ കറുക്കില്ല. കാരണം ഇവനെ ഞങ്ങൾക്കറിയാം. നിന്റെ ഈ അഹങ്കാരവും എടുത്തിയാട്ടവും കുറച്ച് ഭർത്താവിനെ സ്നേഹിച്ച് ജീവിച്ച നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ ചരിത്രം മറ്റൊരു തരത്തിലാവും ആവർത്തിക്കുക. പറഞ്ഞേക്കാം. യാമിനി, നീ പോര്. ഇതൊന്നും പരിഹരിക്കാൻ നിൽക്കണ്ട. ഉള്ളി പൊളിക്കുന്ന പോലത്തെ പ്രശ്നം ഇത് അവര് കൈകാര്യം ചെയ്തോളൂ. നീ വാ. അതങ്ങനെ ആരെന്ത് തെറ്റ് ചെയ്താലും അതിന്റെ കുറ്റം എന്റെ പെടലിക്ക് വരും. അതാ എന്റെ വിധി. രാജുവിനെ പ്രേമിച്ച് കല്യാണം കഴിച്ച ഞാൻ വെറും പൊട്ടി. എല്ലാവരുടെ മുൻപിൽ അഹങ്കാരി. എനിക്കിപ്പം വേണ്ടതേ ഒരല്പം മനസമാധാനം. രാജുവിന്റെ മുഖം കണ്ടാലേ എനിക്കത് ഇല്ലാതാവും. ദൈവമേ, എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? അകലേ നോവിനാലേ